أعوذ بالله من الشيطان الرجيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ബഹുമാന്യരായ ആദരണീയരായ സത്യവിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിത്യപ്രസക്തമായ ലോകത്തിന് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമായ ഇസ്ലാമാകുന്ന ഈ ദീനിനെ പഠിച്ചും പാലിച്ചും പകർത്തിയും ജീവിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ദീനിൻ്റെ ഏറ്റവും നല്ല പാലിക്കുന്നവരായ തഖ്വയുള്ളവരായ അടിമകൾ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പവിത്രമായ ഒരു റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ സമൂഹമധ്യത്തിൽ പറയേണ്ടുന്ന ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. പവിത്രമായ 4 മാസങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് റജബ് മാസം. അതിൽ ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും അടുത്തു വരുന്ന മാസങ്ങളാണ്. അത് കഴിഞ്ഞാൽ റജബ് മാസമാണ് പവിത്രമായ 4 മാസങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്നത്. ഈ മാസം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ റമദാനിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ റമദാനായി എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് റജബിന്റെ അവസാനം. അതോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിൽ റജബ് മാസം വരുന്നതോടെ ചില മറ്റു മാസങ്ങളിലില്ലാത്ത ചില പ്രചരണങ്ങളും അതിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ ഒന്നുകൂടെ തെറ്റിദ്ധാരണകൾ അധികരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. അത് പഠിക്കാതെ അറിയാതെ മനസ്സിലാകുന്ന പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഇസ്ലാമിൻ്റെ അടിസ്ഥാനചരമായ തത്വങ്ങളെ മനസ്സിലാക്കാതെ പോകുന്നതിൻ്റെ അബദ്ധങ്ങളിൽ അവർ വീഴാൻ സാധ്യതയുണ്ട്. റജബ് മാസം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മിഅ്റാജ് നോമ്പിനെ കുറിച്ചാണ്, മിഅ്റാജ് യാത്രയെ കുറിച്ചാണ്, റജബ് 27 നോമ്പിനെ കുറിച്ചാണ്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ഗ്രന്ഥങ്ങൾക്കകത്ത് വെച്ച് വായിക്കുക എന്ന ഒരാൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? അങ്ങനെ പ്രത്യേകമായി നോമ്പ് ഈ മാസത്തിന്റെ ഏതെങ്കിലും ഒരു തീയതി, 27 അല്ല, 17 അല്ല, 7 അല്ല, ഏതെങ്കിലും ഒരു തീയതി ഒരു പ്രത്യേക നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാത്രിയിൽ പ്രത്യേക നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ? ആര്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പഠിപ്പിച്ചു തന്ന ഒന്നാമത്തെ ഗുരുനാഥൻ. ചരിത്രം വായിക്കുമ്പോൾ കാണാം, റജബുമായും ശഅബാനുമായും ബന്ധപ്പെട്ടുകൊണ്ട് പ്രസിദ്ധനായ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഇബ്നു അൽ അത്വാർ അശ്ശാഫിഈ റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്. ഷാഫിഈ മദ്ഹബ് എന്ന് പറയുമ്പോൾ ഇന്ന് കേരളക്കരയിലെ ഭൂരിഭാഗം ആളുകൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മദ്ഹബിന്റെ ആളുകൾ ആ കിതാബിൽ പറയുന്നു, റജബുൻ, ഈ റജബ് മാസം എന്നത് ലൈസ ഫീഹി ശൈഉൻ മിൻ ദാലിക്, മറ്റു മാസങ്ങളെക്കാൾ വ്യത്യാസമുള്ള ഒന്നല്ല. എന്ത് കാര്യത്തിൽ? പ്രതിഫലത്തിന്റെയും പുണ്യത്തിന്റെയും കാര്യത്തിൽ. എന്നാൽ വകൗനുഹു മിനൽ ഹറമി, പവിത്രമായ 4 മാസത്തിൽ റജബുണ്ട്. വഖദ് ദക്കറ ബഅ്ളുഹും, ചില പണ്ഡിതന്മാര് ഇങ്ങനെ കൂടെ പറയാറുണ്ട്, അല്ലെങ്കിൽ ചിലരൊക്കെ നാട്ടിൽ ഇങ്ങനെ പറയാറുണ്ട്, അന്നൽ മിഅ്റാജ് വൽ ഇസ്റാ കാന ഫീഹി, ഇസ്റാ മിഅ്റാജ് എന്ന ചരിത്ര സംഭവം ഉണ്ടായത് ഈ മാസത്തിലാണെന്ന് ചിലരങ്ങനെ പറയാറുണ്ട്. വലം യസ്ബുത് ദാലിക്, അത് സ്ഥിരപ്പെടുത്തുന്ന ശരിപ്പെടുത്തുന്ന യാതൊരു തെളിവും പ്രമാണവും ദീനിൽ കണ്ടിട്ടില്ല. ഇതാണ് പണ്ഡിതന്മാർക്ക് നമ്മളോട് പറയാനുള്ളത്. സാധാരണക്കാരായ ജനങ്ങൾ എവിടുന്നോ കേട്ടതോ അല്ലെങ്കിൽ പണ്ടുകാലത്ത് എവിടുന്നോ വന്നതൊക്കെ പാലിച്ചു പോകുന്നതായിരിക്കും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കിതാബുകളിൽ വെച്ചുകൊണ്ട് നമ്മളോട് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ആരാ? സ്വഹീഹുൽ ബുഖാരിക്ക് വിശദീകരണം എഴുതിയ ഫത്ഹുൽ ബാരിയുടെ ഗ്രന്ഥകർത്താവായ അസ്ഖലാനി തങ്ങൾ പറയാണ്, ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബിൻ വലാ ഫീ സിയാമിഹി,
റജബ് മാസത്തിന്റെ ഒരു തീയതിയിലും പ്രത്യേകം ഒരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല. സാധാരണ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പുണ്ട്, അത് റജബിലെടുക്കാം, ഒരു പ്രശ്നമില്ല. എല്ലാ മാസവും 13, 14, 15 നോമ്പുണ്ട്, ഈ മാസമുണ്ട്. എല്ലാ മാസത്തിലും ഒരു 3 നോമ്പെടുക്കാം എന്ന നിലക്കാണെങ്കിൽ 27-നും 17-നും 7-നും എപ്പോഴും എടുക്കാം. അതൊക്കെ ഹദീസിൽ വന്നതാണ്. അതല്ലാതെ ഒരു പ്രത്യേകമായ ഒരു നോമ്പില്ല. നിശ്ചയിച്ച ഒരു ദിവസം എന്ന് പറയുന്ന നോമ്പുമില്ല. ولا في قيام ليلة مخصوصة فيه حديث صحيح يصلح للحجة. റജബിന്റെ ഏതെങ്കിലും ഒരു രാത്രിയിൽ പ്രത്യേകമായ ഒരു നമസ്കാരത്തിന് ഇസ്ലാമിക ഹദീസുകളിൽ തെളിവ് കാണാനില്ല, രേഖയില്ല, ഉറപ്പില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പോ 27 അന്ന് രാത്രി നമ്മുടെ പള്ളികളിൽ നാടുകളിൽ നടക്കുന്ന സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്ന നമസ്കാരത്തിന് എന്താ കുഴപ്പം? അസ്കലാനി തങ്ങൾ പറയാണ്, ദീനിലില്ലാത്തതാണ്. ദീനിലില്ലാത്തത് ചെയ്തു കൂട്ടിയാൽ അതൊരു മനുഷ്യനെ വലിയ ആപത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്, ബിദ്അത്തിലേക്കാണ് അവനെ നയിക്കുന്നത്. അവൻ ചെയ്യുന്ന നന്മകൾ നമ്മളൊന്നും മുടക്കുകയല്ല. നമ്മൾ മിഫ്താഹുൽ ഖൈറാണ്, ഷർറ് തടുക്കുന്ന ആളുകളാണ്, നന്മ തുറക്കുന്ന ആളുകളാണ്. പിന്നെ എന്തിനാ നമ്മൾ ഇത് പാടില്ലെന്ന് പറയുന്നത്? ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ചില മുസ്ലിയാക്കന്മാർ ഒന്നുകൂടെ കടന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് റജബ് അവസാനത്തിലെ വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് അവസാനത്തെ റജബിന്റെ വെള്ളിയാഴ്ചയാണ്. ഇന്ന് ഖുത്ബ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഇടക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് മുഹമ്മദ് റസൂലുള്ളാഹ്, അഹ്മദ് റസൂലുള്ളാഹ് എന്ന് 35 തവണ പറയണം. ഇതിങ്ങനെ പറയാ. സാധാരണ നമ്മളൊക്കെ എന്താ ഖുത്ബനെ പറ്റി പറയാ? അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കരുത്, മിണ്ടരുത് എന്ന് പറയുന്ന, അതുപോലും പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഇത് ഖുത്ബയെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹ്, അഹ്മദ് റസൂലുള്ളാഹ് എന്ന് 35 തവണ ഈ റജബിന്റെ അവസാനത്തെ വെള്ളി പറഞ്ഞാൽ ആ വർഷം മുഴുവൻ അവന് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, കയ്യിലെന്നും പണം ഉണ്ടാകും. ഇത് കേട്ട ആരാ ചൊല്ലാതിരിക്കുക? കുത്തുബ പോയാലും ശരി, കയ്യിൽ പൈസ വിടട്ടെന്ന് വിചാരിച്ച് സാധുക്കൾ ഏറ്റുപിടിക്കും. അങ്ങനെ ജനങ്ങളെ കൊണ്ട് ഒരു വെള്ളിയാഴ്ച പോലും ഇത് മുസ്ലിയാക്കന്മാര് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വേറെ ചില മനുഷ്യന്മാരുണ്ട്, അവര് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, റജബിന്റെ രാവിലെ ഇന്നത് ചെല്ലണം, ഉച്ചക്ക് ഇന്നതാണ് ചെല്ലേണ്ടത്, വൈകുന്നേരത്ത് ഇന്നതാണ് ചെല്ലേണ്ടത്, രാത്രി ഇതാണ് ചെല്ലേണ്ടത് എന്ന് ഡോക്ടർമാര് മെഡിസിൻ കുറിച്ച് കൊടുക്കുന്ന പോലെ അവനവന്റെ സൗകര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് പല പല ദിക്റുകളിൽ എണ്ണി എഴുതി കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ദിക്റല്ലി കൂടെ ദിക്ർ ചെല്ലാലോ. അതിനൊരു സമയം നിശ്ചയിക്കുക, അതിന് പുണ്യം നിശ്ചയിക്കുക, അതിന് ദിവസം നിശ്ചയിക്കുക. നമുക്ക് പറ്റുമോ? നമ്മുടെ ഇഷ്ടത്തിന് പറ്റുമോ? ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്നെല്ലാവരും 100 ഫാത്തിഹ ഓതണം എന്ന് എനിക്ക് പറയാൻ പറ്റും. ഫാത്തിഹ ഖുർആനിലുണ്ട്. ഫാത്തിഹ ശ്രേഷ്ഠമായ സൂറത്താണ്. അത് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇത്ര തവണ ചൊല്ലണമെന്ന് പഠിപ്പിക്കണം എനിക്ക് നമുക്ക് ആർക്കും അധികാരമില്ല. കാരണം ശറഅ്, ദീന് പഠിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതെല്ലാം ജനങ്ങളോട് ഈ പൗരോഹിത്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ യാതൊരു മനസ്സാക്ഷി കുത്തും അവർക്കില്ല, ഒരു വേദനയില്ല. ജനങ്ങളോട് ഉള്ളത് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഇവരെല്ലാം വിമ്മിഷ്ടം കാണിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഷർറുകൾ വ്യാപിക്കുമ്പോൾ ഇത് വേണ്ടെന്ന് പറയുന്നത്? നിസ്കാരത്തോട് എതിർപ്പുണ്ടായിട്ടില്ല, നോമ്പിനോട് എതിർപ്പല്ല, ദിക്റിനോട് എതിർപ്പല്ല. എതിർപ്പുള്ളത് കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ മതത്തിലുണ്ടാക്കുന്ന ബിദ്അത്തുകളും വഴികേടിലേക്കാ കൊണ്ടുപോണത്. അള്ളാന്റെ ദീന് നശിപ്പിക്കണ പണിയാണ്. ഇല്ലാത്തത് ഉണ്ടാക്കാൻ പാടില്ല, ഉള്ളത് ചെയ്യാൻ പ്രേരിപ്പിക്കലാണ് നമ്മളെ പണി. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ദീനിലില്ലാത്തത് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് റദ്ദാണ്, തള്ളേണ്ടതാണ്, തടയേണ്ടതാണ്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. എന്നാൽ ഈ സംഭവങ്ങളും ഈ ചരിത്രങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും അതിന്റെ നിജസ്ഥിതി, അതിന്റെ ഇസ്രായിന്റെ അവസ്ഥ, ഇസ്രായിന്റെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു സൗകര്യം കൂടെയുണ്ട് നമുക്ക് ആളുകളുടെ മനസ്സിൽ. അതുകൊണ്ട് എന്താണ് ഇസ്രാ യാത്ര, എന്താണ് മിഅ്റാജ് യാത്ര? കൊല്ലങ്ങൾ ഇത്രയായി നമ്മളൊക്കെ മുസ്ലിമായിട്ട്, നമ്മളൊക്കെ ഇസ്ലാം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായെന്ന് നമ്മൾ തന്നെ ഇരുന്ന് ആലോചിച്ച് നോക്കുക. ഒരു തവണയെങ്കിലും എന്താണ് ആ യാത്രയുടെ യഥാർത്ഥ നിജസ്ഥിതി, എന്തൊക്കെയാണ് അതിൽ ഉണ്ടായത്?
അതിന് എന്താണ് എനിക്ക് പഠിക്കാനുള്ളത്, ഞാനിപ്പോ അതിന് എന്താ ചെയ്യേണ്ടത്, ഇതൊന്നും എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇനി എന്നാണ് ഇത് പഠിക്കുക? ചരിത്രത്തിലെ അത്ഭുതകരമായ സംഭവങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണെന്ന് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട തെളിവിലൊന്നാണ് ഇസ്രാ മിഅ്റാജ് സംഭവം. ആ ചരിത്രം വിശദീകരിക്കുന്ന കിതാബുകളിൽ കാണാൻ സാധിക്കും, മദീനത്തേക്ക് ഹിജ്റ പോണതിന്റെ 2 കൊല്ലം മുമ്പ് മക്കയിൽ വെച്ചാണ് ഈ സംഭവം തുടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് വയസ്സ് 51ാമത്തെ വയസ്സാണ്. 53ലാണ് മദീനത്തേക്ക് പോകുന്നത്. 51ാമത്തെ ആ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്തൊരു സങ്കടം ബാധിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന ഒരു സങ്കട ജീവിതങ്ങൾ പലപ്പോഴും വരും. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണമായിരുന്നു. നിങ്ങളൊരു ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്ന ആൾക്കാരാണോ? നിങ്ങൾക്കൊരു ഭാര്യയുണ്ടോ? നമുക്കൊരു ഭർത്താവായി കുടുംബജീവിതം നമുക്കുണ്ടോ? എങ്കിൽ നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടുന്ന ദാമ്പത്യമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയും നബി തങ്ങളും തമ്മിലുള്ള ദാമ്പത്യം. തുറന്നു വായിക്കണം. നമ്മുടെ ഏത് പ്രശ്നവും ദാമ്പത്യത്തിന്റെ പരിക്ക് മാറ്റാൻ പറ്റുന്ന ജീവിതം പഠിപ്പിച്ച ദാമ്പത്യമാണ്. ആ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുപിരിഞ്ഞതിന്റെ സങ്കടമാണ് 51ാമത്തെ വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ നിരവധി ഭീഷണി, ശത്രുക്കളെ കൊണ്ടുള്ള മർദ്ദനങ്ങൾ. അവിടെ ഒരു പരിചയെ പോലെ തന്റെ വലതുഭാഗത്തുനിന്ന് സംരക്ഷണ ഭിത്തി ഒരുക്കിയ തന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ അബൂ ത്വാലിബിന്റെ മരണം സംഭവിച്ചതും ഈ വർഷം. അങ്ങനെ ഒരു മനസ്സിന്റെ താളത്തിൽ, സങ്കടത്തിൽ, വിഷമത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലത്താണ് നബിതങ്ങൾക്ക് ചില ആശ്വാസം നൽകാൻ, ചില ഉറപ്പ് നൽകാൻ, ചില തെളിവുകൾ നൽകാൻ, ചില കരുത്ത് കൊടുക്കാൻ ഇസ്രാ എന്ന് പറയുന്ന യാത്ര അവിടെ നിന്ന് ആരംഭിക്കുന്നത് മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്നൊരു രാത്രി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു. ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ കയറിയിട്ട് അങ്ങ് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കൊരു യാത്ര. ഒറ്റ രാത്രി കൊണ്ട്, ദിവസങ്ങൾ നീണ്ടുപിടിക്കുന്ന മനുഷ്യന്മാരുടെ യാത്ര ഒരൊറ്റ രാത്രി കൊണ്ട് ഫലസ്തീനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി. ഇതിനെയാണ് ഇസ്രാ എന്ന് പറയുക. രണ്ടും ഒന്നല്ല. പഠിക്കണം, ഞാൻ അങ്ങനെ പറയാണ്, തെളിച്ചു പഠിക്കണം നമ്മൾ. ഇതിനാണ് ഇസ്രാ യാത്ര എന്ന് പറയാം. അപ്പോൾ പിന്നെ മിഅ്റാജ് എന്താണ്? ആ ബുറാഖിന്റെ വാഹനപ്പുറത്തേറി ഫലസ്തീനിൽ എത്തിയത് വരെ ഇസ്രാ ആണെങ്കിൽ അവിടെ വാഹനത്തെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ തെളിവൊന്നും അവിടെ ഉണ്ട്. ആ വാഹനത്തെ അവിടുത്തെ ചുമരിൽ പിടിച്ചു കെട്ടി. എന്നിട്ട് അവിടുന്ന് യാത്ര, അവിടുന്ന് വീണ്ടും കൊണ്ടുപോവാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എവിടേക്കാ? നേരെ പോണത് മേലെ 7 ആകാശത്തിന്റെ മുകളിലേക്ക്. ഒരൊറ്റ രാത്രി കൊണ്ട് 7 ആകാശത്തിന്റെ മുകളിലേക്ക്. ഇതൊരു സ്വപ്നയാത്രയല്ല, ശരീരം പോയ യാത്രയാണ്. പഠിച്ചോളിയും ചില മുസ്ലിമീങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതൊരു സ്വപ്നം കാണിച്ചു കൊടുത്തതാണെന്ന് വിശ്വസിക്കുന്ന, തന്റെ ബുദ്ധി കൊണ്ട്, തന്റെ ചിന്ത കൊണ്ട് ഇങ്ങനെ ഒരു യാത്ര നടക്കൂല എന്ന് വിചാരിക്കുന്ന ബുദ്ധിയില്ലാത്ത ബുദ്ധിമാന്മാരെ അല്ലാഹു തആല അത്ഭുതകരമായി പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്. ഖുർആനിലടക്കം വിശദീകരിച്ചതാണ്. അവിടുന്ന് 7 ആകാശത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയ യാത്ര, അവിടുന്ന് പലതും പഠിപ്പിച്ചിട്ടുണ്ട്. ചരിത്രം മൊത്തം പറയേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ചില ഗുണപാഠങ്ങളൊന്ന് പറയാം. ചിലതും പഠിക്കാനുണ്ടാവും. അതിൽ ഒന്നാമത്തെ ഗുണപാഠം, വിശുദ്ധ ഖുർആനിൽ അത് പേര് പറഞ്ഞുകൊണ്ടൊരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്രാ എന്നാണ് സൂറത്തിന്റെ പേരെന്നെ. 17ാമത്തെ അധ്യായമാണ്. അൽ കഹ്ഫ് സൂറത്ത് തുറന്നില്ലെന്ന് ഇപ്പൊ നടക്കുന്ന അപ്പുറത്തെ പേജ് ഇപ്പുറത്തെ പേജ് ഒന്ന് മറിച്ചു നോക്കുക. ഇവിടെ കാണാം അൽ ഇസ്രാ എന്ന അധ്യായം. അതിലെ 1ാമത്തെ ആയത്ത് ഈ വിഷയത്തിലാ വന്നിരിക്കുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഈ ആയത്ത് ഈ യാത്രന്റെ പോലീസ് പഠിപ്പിക്കുന്ന ഒരു ആയത്താ. ആ ആയത്തിന്റെ തുടക്കം എങ്ങനെ വന്നിരിക്കുന്നു നോക്കിയെങ്കിൽ, സുബ്ഹാനല്ലദീ അസ്റാ, അല്ലാഹുവിനെ തസ്ബീഹ് നടത്തും. അത്ഭുതകരമായ എന്ത് കേട്ടാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണാണ് സുബ്ഹാനല്ലാഹ്. എന്തൊരു അത്ഭുതം! വിവിധങ്ങളായ പരിസരങ്ങളിലൂടെ സിയാറത്തുകൾ അല്ലെങ്കിൽ യാത്രകൾ, ടൂറുകൾ പോയി മടങ്ങി വരുമ്പോ അത്ഭുതങ്ങൾ കാണുമ്പോ അതൊരു ഫോട്ടോയിൽ ഒളിപ്പിച്ചു വെക്കുന്നതിനപ്പുറത്ത് സുബ്ഹാനല്ലാഹ്, ഇതിന്റെ പിന്നിലുള്ളവൻ എത്ര പരിശുദ്ധനാണെന്ന് പറയാനുള്ള ഈമാൻ നമ്മുടെ ചുണ്ടത്ത് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ?
ഈ യാത്രനെ പറ്റി പറയാൻ തുടങ്ങുമ്പോൾ ഒന്നാമത് കുറിച്ചു വെച്ച വാക്ക് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന തസ്ബീഹിന്റെ മഹത്വം, സുബ്ഹാനല്ലാഹയുടെ മഹത്വം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല, രാവിലെയും വൈകുന്നേരവും തസ്ബീഹിനെ വാഴ്ത്തി പറയുന്ന ആ ഒരു ഗുണം, ശീലം നമ്മളിൽ ഉണ്ടാക്കുക എന്നതാണ് ഇവിടെ പഠിപ്പിച്ചത്. 2, ഈ യാത്രനെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ കൊണ്ട്. ഈ യാത്ര ചെയ്തവൻ എത്ര പരിശുദ്ധൻ, അടിമ എന്ന് വിശേഷിപ്പിച്ചു. നമ്മൾ എന്തൊക്കെ കഴിവുള്ളവനാണെങ്കിലും നമ്മൾ അള്ളാന്റെ അടിമയാണെന്ന് വീണ്ടും വീണ്ടും പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ എന്തെല്ലാം പേര് വിളിക്കാമായിരുന്നു, പക്ഷെ ഈ യാത്രനെ പറ്റി പറഞ്ഞപ്പോ അവന്റെ അടിമയെ കൊണ്ട്, ഇസ്രാ യാത്ര കൊണ്ടുപോയവൻ എത്ര പരിശുദ്ധനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്. മദ്ഹ് പറഞ്ഞോളിയും, പ്രശംസിച്ചോളിയും, ഉള്ളതാവണം, ഇല്ലാത്തത് പറയരുത്. ലാ തത്റൂനി കമാ തുറത്തിൻ നസാറാ ഈസാ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ ഈസാ ഇബ്നു മറിയമിനെ പ്രശംസിച്ച് ദൈവമാണ്, ദൈവപുത്രനാണെന്ന് പറഞ്ഞ പോലെ എന്നെ പറ്റി ഓവറാക്കി, അമിതമാക്കി നിങ്ങൾ പ്രശംസിക്കരുത്. ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ, മതത്തിൽ അതിര് കവിയുന്നതിനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. മുമ്പുള്ള പലരെയും നശിപ്പിച്ചത് ആ കാരണം കൊണ്ടാണ്. പ്രശംസയാണ് മദ്ഹാന്നും പറഞ്ഞിട്ട് അത് പാടിക്കൊണ്ടു നടക്കരുത്. നമ്മുടെ നാട്ടിൽ 4 മാസം മുമ്പ് ഒരു പാട്ടിറങ്ങി, ആ പാട്ട് മദ്ഹാണെന്നാ പറഞ്ഞത്. ആ മദ്ഹിൽ കുറഞ്ഞിരിക്കുന്നത് CM മടവൂര് ഞങ്ങളുടെ പടച്ചോനാണ്. അപ്പൊ തിരിച്ച് ഞങ്ങൾ അന്ന് ജീവിച്ചിരിപ്പുള്ള അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാർക്ക് ധൈര്യസമേതം ചോദിച്ചു, ഇതെന്താണ് ഈ പറയുന്നത്? അന്നതിന് മറുപടി, ഇത് ഞങ്ങൾ CM മടവൂരിനെ മദ്ഹ് ചെയ്തതാണ്, ഇത് മദ്ഹാവില്ല. പടച്ചോനാണ് CM മടവൂരെന്ന് പറഞ്ഞ അത് മദ്ഹാവില്ല, അത് വമ്പൻ പരാജയമാണ്, അബദ്ധമാണ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തെ പൊട്ടിക്കുന്ന പണിയാണ്. തിരുത്താൻ ഈ നാട്ടിൽ ആരുമില്ല, ഒരു യാത്രക്കാരനും ഇതിന് വരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അള്ളാന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് എവിടേക്കാ കൊണ്ടുപോയത്? ലൈലൻ, ഒരു രാത്രി, മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദിൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സ, പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക്, അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റും ഒരുപാട് ബറക്കത്താക്കപ്പെട്ട സ്ഥലമാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചിലർ പറയുന്നത് ഇസ്രാ മിഅ്റാജ് യാത്ര കൊണ്ടുപോയത് നബിതങ്ങൾക്ക് പല നബിമാരുടെയും മഖാമ് കാണിച്ചു കൊടുക്കാനാ കൊണ്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ആയത്ത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞത്. ഇത് ദർഗ കാണിച്ചു കൊടുക്കാനും സിയാറത്ത് ടൂർ പോകാനുള്ള ആയത്തല്ല. ഇത് ഇസ്രാ മിഅ്റാജിന്റെ ചരിത്ര സംഭവങ്ങളെ വ്യക്തമാക്കി പഠിപ്പിച്ചു തരാൻ വേണ്ടിയുള്ള ആയത്താണ്. എന്നിട്ട് വീണ്ടും ഖുർആൻ പറഞ്ഞു, ആ യാത്രന്റെ തീം എന്തായിരുന്നു? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ തന്റെ അടിമകൾക്ക് വ്യക്തമായി കാണിച്ചൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്വർഗനരകം കാണിച്ചു കൊടുത്തു, കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരുടെ പലരെയും കാണിച്ചു കൊടുത്തു. അങ്ങനൊക്കെ ഉണ്ടാവോ എന്ന് ഇപ്പോഴും ചോദിക്കുന്ന മനുഷ്യരോടാണ് പറയുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി കാണിച്ചു കൊടുത്ത ഒരു തെളിവുള്ള സംഭവമാണ്. അള്ളാഹ്ക്ക് അങ്ങനെയൊക്കെ കഴിയോ എന്ന് ചോദിക്കുന്നവരോട് വിശുദ്ധ ഖുർആൻ 35 സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നത്, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹ്ക്കതൊരു തടസ്സമല്ല, അള്ളാഹ്ക്കതൊരു ഭാരമുള്ള കാര്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യാത്രയിൽ നിന്ന് നമ്മളും പഠിക്കേണ്ട പാഠം അതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൻ ആകാശലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഓരോ നബിമാരെയും പരസ്പരം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ അമ്പിയാക്കന്മാരെ കാണിച്ചു കൊടുക്കുക. ആദ്യമായി കാണുന്നത് യാത്രയിൽ ആദം നബി അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഫസല്ലംതു അലൈഹി, ഞാൻ ആദ്യം ആദം നബി അലൈഹിസ്സലാമിന് സലാം അങ്ങ് പറഞ്ഞു. മനുഷ്യന്മാര് പഠിക്കേണ്ട ഗുണപാടാണ് സലാമിന്റെ മഹത്വം. ഞാൻ അങ്ങ് സലാം പറഞ്ഞു. ഫറദ്ദസ്സലാം, ആദം നബി സലാം അങ്ങ് മടക്കി. സുമ്മഖാല, എന്നിട്ട് പറയുകയാണ്, മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹ് വൻ നബി സ്വാലിഹ്, സ്വാലിഹായ എൻ്റെ പുത്രനെ ഇങ്ങ് മർഹബ, സ്വാലിഹായ പ്രവാചകരെ അങ്ങേക്ക് മർഹബ. സ്വാലിഹായ പ്രവാചകർ എന്ന് ഉദ്ദേശിക്കുന്നത് ജിബ്രീലിനെ കുറിച്ചാണ് പറയുന്നത്.
സ്വാലിഹായ മകൻ എന്നത് ആദം നബി അലൈഹിസ്സലാമിന്റെ ആ സന്താന പരമ്പര എന്ന നിലക്കുള്ള ആ വിളിയാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സലാമിന്റെ ഒരു മഹത്വം ഈ യാത്രയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ആകാശ ലോകത്ത് കയറുമ്പോൾ ഓരോരുത്തരെയും കാണുമ്പോൾ നിബിധങ്ങൾ സലാം കൊണ്ടാണ് തുടങ്ങുന്നത്. ഇന്ന് നമുക്കിടയിൽ ഇങ്ങനെ ചുരുങ്ങി 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 നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ മാത്രമായി പോണമെന്നുണ്ടല്ലോ സലാം. പോകരുത്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയാണ് സലാം. 6 പ്രധാന ബാധ്യതകളിൽ പ്രധാനപ്പെട്ട ബാധ്യതയാണ് സലാം പറയുക എന്നത്. പരിചയമുള്ളവനോടും പരിചയമില്ലാത്തവനോടും സലാം പറയുക സ്വർഗപ്രവേശനത്തിനുള്ള എളുപ്പമാർഗമാണ്. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണപാഠം ഇത് തന്നെയാണ്. ഈ ഒരു ചരിത്ര സംഭവം കഴിഞ്ഞു വന്നപ്പോ മക്കയിലാകെ ഒരു വാർത്ത പരന്നിരിക്കുന്നു. എന്താ വാർത്ത? ഇതുവരെ ഈ പ്രവാചകർ പറഞ്ഞത് വിശ്വസിക്കാതിരുന്ന കൗമിന്റെ മുമ്പിൽ വന്നിട്ട് പറയാണ്, ഞാൻ ഇന്നലെ മക്കയിൽ നിന്ന് പലസ്തീനിലേക്ക്, പലസ്തീനിൽ നിന്ന് 7-ാം ആകാശത്തിന്റെ മുകളിൽ ഇന്ദ സിദ്റത്തിൽ മുൻതഹ, അവിടേക്ക് വരെ ഞാൻ യാത്ര പോയി. അതേ രാത്രി നേരം പുലരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും മക്കക്കാരോട്? ഇത് പറഞ്ഞപ്പോ ശത്രുക്കൾ ഇങ്ങനെ നിന്ന് പരിഹാസം തുടങ്ങി. പറ്റ വലിയ കളവാണ് പറയുന്നത്. എന്തൊരു കളവാണ് പറയുന്നത്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റിയിട്ട് പലരും ഇങ്ങനെ വ്യാപിപ്പിച്ച് പറയാൻ തുടങ്ങി. ചോദ്യം അവസാനം ഇത് സംശയം തീർക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെന്നു. എന്തെങ്കിലും ഒരു പരിഹാസം കിട്ടുമെന്ന് വിചാരിച്ച് ചെല്ലുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ നാട്ടിൽ വാർത്ത കടക്കുന്നുണ്ട്, വിശ്വസിക്കോ? ഇത് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നഅം, സംശയമില്ല, ഞാൻ വിശ്വസിക്കും. ഇന്നി ലഉസദ്ദിഖുഹു, ഞാൻ ആ മനുഷ്യൻ പറയുന്നത് അംഗീകരിക്കും. ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക ഉസദ്ദിഖുഹു ഫീ ഖബരിസ് സമാ ഫീ ഗുദുവത്തിൻ ഔ റൗഹത്തിൻ, രാവിലെയും വൈകുന്നേരവും ജിബ്രീലിലൂടെ വഹി വരുന്നുണ്ട് എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് അള്ളാഹു ആകാശത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ലവലേശം മടിയില്ല, ഒരു സംശയമില്ല, സന്ദേഹമില്ല. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ട്, സ്വർഗമുണ്ടോ നരകമുണ്ടോ അങ്ങനെ കണ്ടോ? ഈ തർക്കത്തിലായി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലാണ് ഈ വാക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന വിശേഷണത്തിന് പോലും പണ്ഡിതന്മാർ കൊടുത്തത് ഈ ഒരു ചരിത്രം വെച്ചുകൊണ്ടാണ്. നമ്മൾ തനിച്ച അഖില് കൊണ്ട് ചിന്തിക്കുന്ന, എന്റെ ബുദ്ധി കൊണ്ട് കൊണ്ടെങ്കിലേ, എന്റെ ബുദ്ധി കൊണ്ട് തെളിഞ്ഞെങ്കിലേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്നൊരു മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ ആരുടെ ബുദ്ധി? നമ്മൾ ഇത്ര പോകുന്ന ഈ ബുദ്ധിക്കാണോ വലുത്? അള്ളാഹു അവിടുന്ന് പറഞ്ഞ ദീനാണോ വലുത്? നമ്മുടെ ബുദ്ധിയാണോ വലുത് എന്ന് നമ്മളൊന്ന് നന്നായി ഇരുന്ന് ആലോചിക്കേണ്ടതാണ്. ഈ യാത്രയിൽ നമ്മുടെ ഉമ്മത്തിന് ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഗുണപാഠമാണ് 5 നേരത്തെ നമസ്കാരത്തിന്റെ കണിശത പഠിപ്പിക്കാൻ. സാധാരണ സകാത്ത് നിർബന്ധമാക്കിയത് മക്കയിലോ മദീനയിലൊക്കെ വായിച്ചാൽ കാണാ. ഹജ്ജ് നിർബന്ധമാക്കിയത് മണ്ണിൽ വെച്ചിട്ടാണ്, ഭൂമിയിൽ വെച്ചിട്ടാണ്. മറ്റെന്തും പഠിപ്പിച്ചത് ഭൂമി ലോകത്താ. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വരുമ്പോൾ തൻ്റെ ഉമ്മത്തിന് എന്തു കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ നിസ്കാരം കിട്ടിയെന്ന് പഠിപ്പിച്ച്. നിർബന്ധമായ 5 നേരത്തെ നമസ്കാരം, 50 നേരമുണ്ടായിരുന്ന നമസ്കാരം റിക്വസ്റ്റ് ചെയ്ത് അപേക്ഷ പറഞ്ഞ് 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 അവസാനം 5 കൊടുക്കുമ്പോ അല്ലാഹു തആല ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തു. യാ മുഹമ്മദ്, മുഹമ്മദേ, ഇന്നഹുന്ന 5 സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല, എല്ലാ രാത്രിയും പകലിലുമായി 5 നേരം ഇതാ താങ്കളുടെ ഉമ്മത്തിന് തന്നിരിക്കുകയാണ്. ലികുല്ലി സ്വലാത്തിൻ അശ്ർ, ഒരു നമസ്കാരത്തിന് 10 പ്രതിഫലം. ഫദാലിക 50 സ്വലാ, അങ്ങനെ 50 നമസ്കാരത്തിന്റെ പ്രതിഫലം അതിലുണ്ട്. നേരത്തെ 50 വഖ്ത പറഞ്ഞിരുന്നത്, 50 വഖ്ത് അങ്ങ് ചുരുക്കി 50 വഖ്ത് നമസ്കാരത്തിന്റെ മഹത്തരമായ പ്രതിഫലവും പുണ്യവും പടച്ചോൻ തന്നതാണ് 5 നേരത്തെ നിസ്കാരം. ഞാൻ ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുക, നമുക്ക് കച്ചവടമാണോ വലുത്? നമുക്ക് കല്യാണമാണോ വലുത്? നമുക്ക് ടൂറാണോ വലുത്?
നമുക്ക് സ്വർണ്ണ കച്ചവടമാണോ വലുത്? നമുക്ക് മൊബൈൽ കച്ചവടമാണോ വലുത്? അല്ലാഹു തആല 5 നേരം നിസ്കരിക്കാൻ പറഞ്ഞ, നിർബന്ധമായ ജമാഅത്തായി നിസ്കരിക്കാൻ പറഞ്ഞ 50 വക്തിന്റെ ഗൗരവമുള്ള ഈ നിസ്കാരത്തിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്ന് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ഇസ്രാ മിഅ്റാജ് യാത്ര പഠിക്കാനുള്ളതാണ്, ചിന്തിക്കാനുള്ളതാ. ഒരു അലസതയും ഒരു മടിയും ഒരു താല്പര്യക്കുറവും ഇല്ലാതെ ഖുശൂഅോടെ വളരെ ഭക്തി പുരസ്സരം അത് നിർവഹിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന നൂറുൻ വബുർഹാനുൻ, ഒരു വെളിച്ചം, തെളിച്ചം, ഒരു പ്രകാശമാണ് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന, ഞാൻ അനുഭവിക്കുന്ന തീരാത്ത മാനസിക പ്രശ്നങ്ങൾക്കുള്ള, ടെൻഷനുകൾക്കുള്ള, സ്ട്രെസ്സുകൾക്കുള്ള, സങ്കടം തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒതുവുണ്ടാക്കി ഒരു മൂലയിൽ ഒറ്റയ്ക്കിരുന്ന് പടച്ചറബിനോട് സുന്നത്ത് നമസ്കരിച്ച് സങ്കടങ്ങൾ ഏറ്റുപറയാൻ മടിക്കുന്നവരെ സങ്കടം തീരില്ല. തീരാത്ത പ്രതിസന്ധികളുടെ മുമ്പിലേക്ക് നമ്മൾ പോകുന്നത്. സൃഷ്ടികളുടെ മുമ്പിൽ നമ്മൾ പോയി പറഞ്ഞാൽ ആ പറഞ്ഞതുപോലും ചിലപ്പോൾ സങ്കടമായി മാറുന്ന കാഴ്ചയാണെങ്കിൽ 5 നേരത്തെ നിസ്കാരം നമുക്ക് തന്നിരിക്കുന്ന പാപക്കറകളിൽ നിന്ന് സുരക്ഷിതനാകാൻ, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ, എല്ലാവിധ ശർറുകളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള ഈ ഇബാദത്തിനെ ഗൗരവത്തോടെ കാണുക. അല്ലാഹു നമ്മെ എല്ലാം ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന, ചരിത്രത്തെ പഠിക്കുന്ന, അറിവുള്ള, മതബോധമുള്ള നല്ലവരായ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരിക്കൽ മദീന പള്ളിയിൽ പ്രിയപ്പെട്ട സ്വഹാബത്തും നബിയുമൊക്കെ ജീവിച്ചിരിക്കുന്നൊരു കാലത്ത് മദീന പള്ളിൻ്റെ 2, 3, 4 വശങ്ങളിലൂടെ പോയാലും ഇന്ന് കാണുന്ന പോലെ നിറച്ച് കച്ചവട കേന്ദ്രമായിരുന്നു അന്നും ഇന്നും. അങ്ങനെ കച്ചവടക്കാരിങ്ങനെ നിറഞ്ഞ് പുറത്ത് പള്ളീൻ്റെ പരിസര ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ കച്ചവട ആളുകളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയാണോ? അവിടെ മദീന പള്ളിയിൽ നബി എന്തൊക്കെയോ വീതി വെച്ച് കൊടുക്കുന്നുണ്ട്, നന്നായി കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും എന്തോ കിട്ടാനുണ്ട് എന്നുള്ള താല്പര്യത്താൽ കച്ചവടക്കാരൊക്കെ അവിടുന്ന് അതൊക്കെ താത്തിട്ട് വേഗം മദീന പള്ളിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും അങ്ങനെ കൊടുക്കണമെന്നും കാണാനില്ല, ആളെ കാണാനുണ്ട്. പോയി കുറച്ചിറക്കം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് വീണ്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അവിടെ ഒന്നും കൊടുക്കണില്ല, അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഉടൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്താ അവിടെ കണ്ടത്? റഅയ്നാ ഖൗമൻ യുസല്ലൂൻ, അവിടെ കുറെ ആൾക്കാർ കയറി വരുമ്പോൾ നിസ്കരിക്കണ കാണാണ്ട്. വേറെ കുറച്ച് ആൾക്കാർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചാളുകളൊക്കെ എന്താണ് ഇസ്ലാമിലെ ഹലാല്, എന്താണ് ഹറാം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊന്നും അവിടെ നടക്കണില്ല. ഉടൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈഹക്കും ഫദാക മീറാസു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അറിഞ്ഞോളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അനന്തര സ്വത്താണ് ആ വീതിച്ചു കൊടുക്കുന്നത്. ഇൽമ്, ദീനിന്റെ അറിവ്, അതെടുത്തോളൂ, അതാണ് സമ്പത്ത്, അതാണ് ലാഭം. അമ്പിയാക്കന്മാർക്ക് കിട്ടിയ അനന്തര സ്വത്ത് അതാണ്. ഇതിനേക്കാൾ ഈ നടക്കുന്ന 2 റിയാലിന്റെ 3 റിയാലിന്റെ 10 റിയാലിന്റെ ലാഭത്തേക്കാൾ ആ ഇൽമിന്റെ സമയത്ത് ഇൽമൊന്ന് തേടിപ്പോയിക്കോ. എന്താ മോനെ, ദീനിന്റെ മജ്ലിസിലൊന്നും കാണാറില്ലല്ലോ? എൻ്റെ കച്ചവടമാണ് എൻ്റെ തടസ്സം. ശ്രദ്ധിച്ചോളട്ടോ മോനെ, ദീനിൻ്റെതായ പഠന കാര്യത്തിൽ നീ എന്തുകൊണ്ടാ വരാത്തത്? പഠിക്കാനുണ്ട്. വീട്ടിൽ ആളില്ലാത്തതാണ്, വീടുള്ളതാണ്, ഉമ്മയുള്ളതാണ്, ഭാര്യയുള്ളത്. അള്ള തന്ന അനുഗ്രഹമല്ലാതെ
ദീന് പഠിക്കാൻ നിങ്ങൾക്കൊരു കാരണം പറയാനുണ്ടോ? ഇല്ല. പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു രോഗം, ഒരു അബോധാവസ്ഥ, കൂടെ നിൽക്കുന്ന ഒരു രോഗി, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഒന്ന് പറയാൻ നമുക്കുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസൂയ അനുവദിച്ചു കൊടുത്ത രണ്ടാൾക്ക് ഒരാളോട് അസൂയ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്ന് സമ്പത്തുള്ള മനുഷ്യൻ, അയാള് അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുമ്പോൾ പടച്ചോനെ എനിക്കും കിട്ടിയ കുറച്ച് കൊടുക്കായിരുന്നു. 2 അള്ളാഹു ഒരുപാട് വിജ്ഞാനം കൊടുത്ത ഒരു വ്യക്തിയോട് അസൂയ ഉണ്ടാകാം. ജനങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുക്കുന്നു, ജനങ്ങൾക്കതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരാളെ കണ്ടാൽ ഇൽമ കിട്ടാനും അത് പഠിപ്പിക്കാനുമുള്ള അസൂയ അനുവദിച്ചു കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, രാവിലെ പള്ളിയിലേക്ക് ഇൽമു പഠിക്കണം, ദീന് പഠിക്കണം എന്ന് വിചാരിച്ചു ഒരു മനുഷ്യൻ പുറപ്പെട്ടാൽ, ഹദീസിൽ പറഞ്ഞ വാക്കാണ്, രാവിലെ ഒരാൾ ഇൽമു പഠിക്കണം, ദീന് പഠിക്കണം എന്ന് വിചാരിച്ച് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ കാനലഹു കാജിരി ഹാജിൻ താമത ഹജ്ജിഹി, ഒരു പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്നതാണ്. നമ്മുടെ പള്ളിയിൽ ഒരു 5 മിനിറ്റിന്റെ നേർവഴി സംസാരം, ഒരു ഓഡിയോ, അതൊരു ഇൽമിയായ കാര്യമായിരിക്കും, ഒരു ഹദീസ്, ഒരു ആയത്തായിരിക്കും. ആ ശബ്ദം പോലും കേൾക്കാൻ ഇരിക്കാൻ മനസ്സ് കാണിക്കാതെ പോകുന്നവനോട് ഈ ഹദീസ് ഒന്ന് വായിക്കണം. അത്തരം കാര്യങ്ങളൊന്നും പള്ളികളിൽ പാടില്ല എന്ന് പറയുന്നവർ ഈ ഹദീസ് ഒന്ന് പഠിക്കണം. എല്ലാവർക്കും എല്ലാ നാട്ടിലും പള്ളിയിൽ ഒരു ആലിം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആലിമീങ്ങൾ പറയുന്ന ഇൽമ് കൊടുക്കാൻ കഴിയുമെങ്കിൽ എന്തിനാണ് അതിനെ നിരസം കാണിക്കുന്നത്? ഒരു പ്രിയപ്പെട്ടവരെ, ഒരു വലിയ പ്രതിഫലമാണ് ഇൽമിന്റെ വിഷയമെന്ന് പഠിപ്പിക്കുന്നത്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയാണ്, കുൻ ആലിമാ, ഒന്നുകിൽ നീ ഒരു ആലിമായി മാറ്. എല്ലാം പഠിച്ച് ഇറങ്ങിയിട്ട് ദീനും ഭാഷയും പഠിക്കുന്ന ഒരു ആലിമായി മാറ്. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ പോയി ആലിമിന്റെ ചുറ്റുവട്ടത്തിരുന്ന് പഠിക്കുന്ന പഠിതാവായി മാറ്. ഔ അല്ലെങ്കിൽ മുസ്തമിഅൻ, പറയുന്നത് കേൾക്കാൻ പറ്റുന്ന ഒരു ശ്രോതാവായി മാറ്. കേൾക്കുക, പറ്റുന്നതൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഔ മുഹിബ്ബൻ, ഇങ്ങനെയുള്ള സദസ്സുകളോട്, വ്യക്തികളോട് ഇഷ്ടമുള്ളവനായി നീ മാറ്. വലാ തകുനിൽ ഖാമിസ, 5ാമത്തെ ടൈപ്പ് നീ ആകരുത്. ഞാൻ ഏതിലുള്ളു നീ നമ്മളെ ചിന്തിക്കണ്ട. പഠിതാവാണോ, ശ്രോതാവാണോ, ഇതിനോട് ഇഷ്ടമുള്ള ആളാണോ? അല്ല, ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത 5ാമത്തെ സെറ്റിലാണോ നമ്മുടെ ഭൂരിഭാഗമെങ്കിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചത് നമ്മളോടാണ് എന്ന് നെഞ്ചത്തേക്ക് വന്ന് നമ്മൾ എഴുതി വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇൽമുമായി ബന്ധപ്പെട്ട സവിശേഷമായ ഒട്ടനേകം ഹദീസ് വായിച്ചാൽ സ്വർഗം നേടാനുള്ള മഹത്തരമായ വഴിയായി പഠിപ്പിച്ച മാർഗമാണ് എന്ന ബോധ്യത്തോടെ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള QHL സംവിധാനങ്ങളിലേക്ക് നമ്മൾ താല്പര്യപൂർവ്വം ആളുകളെ കൂട്ടി സജ്ജരാക്കി വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രൊഫഷണൽ രംഗത്ത് ഏതെങ്കിലും ഒരു ജോലി പടച്ച റബ്ബ് അനുഗ്രഹിച്ച് തന്ന് ആ സമ്പത്ത് കൊണ്ടും ജനങ്ങൾക്കിടയിൽ നല്ല സ്റ്റാറ്റസ് ആയി ജീവിക്കുന്ന പ്രൊഫഷണലുകളെ, നിങ്ങൾക്കുള്ള അവസരമാണ് ദീന് പഠിക്കാൻ. തിരക്കാണെന്ന് ഇനി പറയരുത്, കിട്ടിയില്ലെന്ന് പറയരുത്, അറിഞ്ഞില്ലെന്ന് പറയരുത്. പ്രൊഫൈസ് നാളെ ശനിയാഴ്ച 4:30 മണി മുതൽ 8 വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരം വരെ നടക്കുന്ന കടലുണ്ടിയിൽ നടക്കുന്ന ഒരു മഹത്തരമായ പ്രോഗ്രാം നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന ബോധ്യത്തോടെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആ തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഈ ഒരു ക്ഷണമായി അവർ സ്വീകരിക്കുക, അറിവ് തേടാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ നാടുകളിൽ ഒട്ടനേകം പള്ളികളിൽ നടക്കുന്ന വിജ്ഞാന വേദികൾ അത് ദീനിനെ പരിചയപ്പെടുത്തുകയാണ്, അറിവ് കൊടുക്കുകയാണ്, ജനങ്ങളിൽ തസ്കിയത്ത് ഉണ്ടാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ ഈ വരുന്ന ഞായറാഴ്ച മുനീർ ഷറഫി ഉസ്താദിന്റെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എന്ന ഒരു നല്ല ടൈറ്റിലോടുകൂടെ നല്ല ദീനിയായ ഒരു സദസ്സ് നടക്കാനിരിക്കുകയാണ്. എത്ര കേട്ടാലും തീരാത്ത നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള, നമ്മുടെ ദീനിനെ കുറിച്ചുള്ള ആ ഒരു ശക്തമായ നസീഹത്ത് കേൾക്കാൻ നമ്മൾ ഓരോരുത്തരും കുടുംബത്തെ കൂട്ടി ഞായറാഴ്ച ദിവസത്തിലെ ഒരു ആനന്ദ സമയമായി, ഒരു താല്പര്യ സമയമായി അതിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. മഗ്രിബ് നമസ്കാര ശേഷമായിരിക്കും. എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി സമ്പത്ത് ചെലവഴിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് പള്ളിക്ക് വേണ്ടി നമ്മൾ മനസ്സറിഞ്ഞ സ്വതക്കയിൽ പങ്കാളിയാവാൻ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ സദുദ്ദേശങ്ങൾ, സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ.
എല്ലാവിധ പാപങ്ങളും പടച്ചറപ്പ് നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മാറ്റി ശിഫയാക്കി ഖൈറാക്കി നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രിയപ്പെട്ടവർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നീ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. രോഗികൾക്ക് ശിഫ നൽകണമേ. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണമേ. ഞങ്ങളുടെ സമ്പത്തിൽ, ജോലിയിൽ, വരുമാനങ്ങളിൽ ഖൈറും ബറക്കത്തും നൽകണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ, മക്കളിലൂടെ കൺകുളിർമ നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات. ربنا توفنا مسلمين والحقنا بالصالحين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين.